ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. സോ നമ്മളിപ്പം SCERT ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്. നിങ്ങൾ ഏതൊരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും, അതായത് ഇപ്പം 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് ഈ ഒരു SCERT എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡയറക്റ്റ് SCERT എന്ന് വരുന്നത്. അപ്പം ഒരിക്കലും നിങ്ങൾ SCERT സ്കിപ്പ് ചെയ്യരുത്. ബാക്കി എന്തൊക്കെ പഠിച്ചില്ലെങ്കിലും SCERT എന്തായാലും പഠിക്കുക കേട്ടോ. 5th മുതൽ 10th വരെയുള്ള SCERT എന്തായാലും കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് എക്കണോമിക്സ് ആണ്. 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിലെ 5th ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടന വിവിധ മേഖലകളിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. പ്യുവർ എക്കണോമിക്സ് ആണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് കണ്ടന്റിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാവും ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സെക്ടേഴ്സ് ഓഫ് എക്കോണമി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ സിലബസിൽ സെക്ടേഴ്സ് ഓഫ് എക്കോണമി, പിന്നെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഈ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ബേസ് ഫോം ആണ്, എന്നാലും ഈ 3 ടോപ്പിക്കുകളും ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ സെക്ടേഴ്സ് ഓഫ് എക്കോണമി ഏതൊക്കെയാണ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെർഷ്യറി സെക്ടർ ഉണ്ട് അല്ലേ. ഇത് 3ഉം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ്. നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ, ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയെ പറ്റിയിട്ടാണ്. എന്താണ് പ്രൈമറി സെക്ടർ? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷതയാണ്. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പം പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ ഈ പ്രാഥമിക മേഖലയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് ഏതൊക്കെ എക്സാമ്പിളാണ്? കൃഷി അല്ലേ, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, ഖനനം, ഇവയൊക്കെ എന്താണ് പ്രൈമറി സെക്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അത് പഠിച്ചു വയ്ക്കണം. ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് ടോപ്പിക്ക്, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഓരോന്നും ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നമ്മൾ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, ഖനനം, പിന്നെ വനപരിപാലനം, ഇതൊക്കെ പ്രൈമറി സെക്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെന്താ പറയുന്നത്, ഈ കൃഷിക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൈമറി മേഖല അഥവാ പ്രാഥമിക മേഖല വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈമറി സെക്ടറിനെ തന്നെയാണ് കാർഷിക മേഖല അഥവാ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? പ്രൈമറി സെക്ടർ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, ഖനനം എന്നിവയൊക്കെ. പിന്നെ കാർഷിക മേഖല എന്നും ഈ ഒരു സെക്ടർ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണെന്നുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഫുൾ ഫോം NSO എന്നാണ് നമ്മൾ പറയുക. NSOൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കണം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഓഫീസിന് പകരം ഓർഗനൈസേഷൻ എന്നൊക്കെ തന്നിട്ട് കൺഫ്യൂസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണേ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് NSO എന്ന് പറയുന്നത്. മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും CSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും NSSO ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ ഈ NSO എന്ന് പറയുന്നത് ഇതിന് മുൻപ് ഉണ്ടായിരുന്നത് ഏതാണ്? CSO ആയിരുന്നു അല്ലേ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും CSOയും NSSOയും കൂടെ ചേർന്നിട്ട് 2019 ഈ NSO രൂപീകരിക്കുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് NSO എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ എന്താണ് ഈ നാഷണൽ ഇൻകം ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? NSO ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് ആരാണെന്നും ചോദിച്ചിട്ട് NSO ആണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പഠിച്ചു വയ്ക്കണേ. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ NSO എന്ന് പറയുന്നത്.
സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നുണ്ട്. അപ്പോൾ NSO എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. 2019 രൂപീകൃതമാകുന്നത്. ഏതൊക്കെ ചേർന്നിട്ടാണ്? CSOയും NSSOയും കൂടെ ചേർന്നിട്ടാണ് ഇത് രൂപീകൃതമാകുന്നത്. അതിൻ്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കുക. CSO എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ക്ലിയർ അല്ല അത്രയും? അവിടെ കുറച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് ഏതൊക്കെ സെക്ടേഴ്സിലാണ് വരിക എന്നുള്ളത് പറയാനാണ്. നമുക്ക് ആദ്യം ഈ സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം, എന്നിട്ട് നോക്കാം. രണ്ടാമത്തേതാണ് ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടറിൽ എന്താ നടക്കുന്നത്? വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു, അല്ലേ? സെക്കൻഡറി സെക്ടറിലാണ് വ്യവസായവും നിർമ്മാണവും ഒക്കെ നടക്കുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്, അല്ലേ? പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ടെടുക്കുന്ന കാര്യങ്ങളായിരുന്നല്ലോ. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അത് അസംസ്കൃത വസ്തുക്കളാക്കിയിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതൊക്കെ നടക്കുന്നത് എവിടെയാണ്? ദ്വിതീയ മേഖലയിലാണ്. അതായത് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന സാധനം ഉപയോഗിച്ച് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ സെക്കൻഡറി സെക്ടറിൽ നിന്നാണ്. വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കുന്നുണ്ട്. അപ്പം ദ്വിതീയ മേഖലയെ പറ്റി എന്തൊക്കെയാണ്? വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അസംസ്കൃത വസ്തുക്കളാക്കിയിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനൊക്കെ നിർമ്മാണമൊക്കെ നടക്കുന്നത് എവിടെയാണ്? സെക്കൻഡറി സെക്ടറിലാണ്. പിന്നെ വ്യവസായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വ്യവസായ മേഖല അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയുന്നുണ്ട്. പ്രൈമറി സെക്ടറിൻ്റെ വേറൊരു പേര് ഏതായിരുന്നു? അഗ്രികൾച്ചറൽ സെക്ടറാണ്, അല്ലേ? സെക്കൻഡറി സെക്ടറിൻ്റെ വേറൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്? വ്യവസായം വരും, നിർമ്മാണം, പിന്നെ വൈദ്യുതി, ഗ്യാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഇനി മൂന്നാമത്തേതാണ് തൃതീയ മേഖല അഥവാ ടെർഷ്യറി സെക്ടർ. അതിലെന്താണ്? പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് തൃതീയ മേഖലയാണ്. അതിനാൽ തൃതീയ മേഖല സേവന മേഖല അഥവാ സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ മേഖലയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ള തൃതീയ മേഖല എന്ന് പറയുന്നത്, അല്ലേ? ഈ പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖലയിലും ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിപണനവും സംഭരണവും ഒക്കെ നടക്കുന്നത് ഏതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? ഈ ഒരു തൃതീയ മേഖലയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? കൂടുതലും സേവനങ്ങളാണ് നമ്മൾ പറയുന്നത്. തൃതീയ മേഖല എന്ന് വെച്ചാൽ സേവനങ്ങളാണ് അതിൽ വരുന്ന കാര്യങ്ങൾ. ആരോഗ്യം, വിദ്യാഭ്യാസം, അതൊക്കെ ഒരു സേവനമല്ലേ, അല്ലേ? അതായത് നമുക്കങ്ങനെ ടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല, സേവനമാണത്. അതായത് നമ്മൾ ഒരാൾക്ക് ഓഫർ ചെയ്യുന്നത് അതിൽ സേവനമാണ് അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത്, അതായത് പ്രൊഡക്റ്റായിട്ടല്ല. വിദ്യാഭ്യാസവും ആരോഗ്യവും പിന്നെ എന്തൊക്കെ വരാം? ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, അതൊക്കെ എന്താണ്? ഈ സർവീസസൊക്കെ ഈ തൃതീയ മേഖലയിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഇതിനെ വേറൊരു പേര് ഇതാണ് സേവന മേഖല അഥവാ സർവീസ് സെക്ടർ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 3 സെക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. അതിൽ പ്രൈമറി സെക്ടറിൻ്റെ തന്നെ വേറൊരു പേരാണ് അഗ്രികൾച്ചറൽ സെക്ടർ. സെക്കൻഡറിൻ്റെ വേറെ പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ടെർഷ്യറിൻ്റെത് സർവീസ് സെക്ടർ, അല്ലേ? സർവീസ് സെക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗതാഗതം, അല്ലേ? ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരവും വാണിജ്യവും ഒക്കെ തൃതീയ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. നേരത്തെ കൊടുത്തിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ഏതില്ല വരാമെന്നും കൂടി നോക്കാം. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഏതാണ്? സർവീസ് സെക്ടറാണ്. പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ് ആണെങ്കിലും സർവീസ് സെക്ടർ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രൈമറി സെക്ടറാണ്, അല്ലേ? പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ സെക്കൻഡറി സെക്ടർ. വ്യവസായവും സെക്കൻഡറി സെക്ടർ. വിദ്യാഭ്യാസം സർവീസ് സെക്ടറാണ്. കന്നുകാലി വളർത്തലോ പ്രൈമറി സെക്ടറാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ സർവീസ് ആണല്ലേ, അപ്പോൾ സർവീസ് സെക്ടറാണ്. ആരോഗ്യമാണെങ്കിലും ജലവിതരണമാണെങ്കിലും സർവീസ് സെക്ടറാണ്. വനം വരുന്നത് പ്രൈമറി സെക്ടറിലുമാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇതേപോലെ ആയിരിക്കും നമുക്ക് ചിലപ്പം എക്സാമിനും വരും. അതായത് ഒരു കാറ്റഗറി തരും, എന്നിട്ട് അതായത് ഒരു മേഖല തരും, അത് ഏതിലാണ് വരാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ടെർഷ്യറി സെക്ടർ വരെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇവ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്.
ഈ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും എന്താണ് പരസ്പരം കണക്റ്റഡ് ആണല്ലേ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ആ ഒരു ഡയഗ്രത്തിൽ നോക്കൂ നിങ്ങൾ. ഈ പ്രാഥമിക മേഖല തന്നെ, അതായത് മൂന്നും പ്രാഥമിക മേഖലയാണെങ്കിലും ദ്വിതീയ മേഖലയാണെങ്കിലും തൃതീയ മേഖലയാണെങ്കിലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ഒന്നിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി രണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയാണ്. അതായത് പ്രാഥമിക മേഖലേൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും എന്താണ് അസംസ്കൃത വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കളൊക്കെ ദ്വിതീയ മേഖലയിലേക്ക് കൈമാറുന്നുണ്ട് അല്ലേ. പ്രാഥമിക മേഖലയിൽ നിന്നും നമ്മൾ പറഞ്ഞു, പ്രാഥമിക മേഖല എന്ന് പറയുന്നത് നേച്ചറിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ അതിൽ നിന്നും അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി സെക്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, സെക്കൻഡറി സെക്ടറിൽ വെച്ചിട്ട് ആ അസംസ്കൃത വസ്തുക്കൾ എന്താക്കി മാറ്റും, പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് എന്താണ് യന്ത്രസാമഗ്രികൾ അല്ലെങ്കിൽ നിർമ്മിത വസ്തുക്കളായിട്ട് ടെർഷ്യറി സെക്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇവരെ കണക്ഷൻ, അതായത് മൂന്നും ഒന്നുമില്ല, ഇത് മൂന്നും കണക്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പ്രാഥമിക മേഖലയിൽ നിന്നും അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ദ്വിതീയ മേഖലയിലേക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തൃതീയ മേഖലയിലേക്കും ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നുണ്ട്. ഇനി ദ്വിതീയ മേഖലയിൽ നിന്നാണെങ്കിൽ ഈ യന്ത്രസാമഗ്രികൾ അതേപോലെ നിർമ്മിത വസ്തുക്കളായിട്ട് പ്രാഥമിക മേഖലയിലേക്കും കൊടുക്കുന്നുണ്ട്, തൃതീയ മേഖലയിലേക്കും കൊടുക്കുന്നുണ്ട്. ഈ തൃതീയ മേഖലയിലെ സർവീസസോ വിവിധ തരം സേവനങ്ങൾ പ്രാഥമിക മേഖലയിലേക്കും ദ്വിതീയ മേഖലയിലേക്കും പോകുന്നുണ്ട്. അതായത് മൂന്നും കണക്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രാഥമിക മേഖലയിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ കൃഷി എന്ന് പറയുന്നത്. അപ്പം കൃഷിയിലൂടെ കുറച്ച് നെല്ലുണ്ടാക്കിയെന്ന് വിചാരിക്കാം. നമ്മൾ അരി ഉൽപ്പാദിപ്പിച്ചു കൃഷിയിലൂടെ. അപ്പം അത് പക്ഷേ ബാക്കി ഈ രണ്ട് സെക്ടേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു വാല്യൂ കിട്ടുള്ളൂ അല്ലേ. അതായത് അരി ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് മാത്രം നമുക്കത് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം ഇത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമേ ഉള്ളൂ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആവുന്നുള്ളൂ, അതിൽ നിന്നുള്ളൊരു വരുമാനം കിട്ടുന്നുള്ളൂ അല്ലേ. അപ്പം അതിലേക്കുള്ളൊരു പ്രോസസ്സ്, അതായത് അരി നിർമ്മിക്കുന്നത് എന്താണ്, പ്രൈമറി സെക്ടറിലാണ്. പിന്നെ എന്ത് ചെയ്യണം, ഈ അരി കൃത്യമായിട്ട് ക്ലീനൊക്കെ ചെയ്ത് പാക്കിംഗ് ഒക്കെ നടക്കുന്നത് ഏത് സെക്ടറിലായിരിക്കും, സെക്കൻഡറി സെക്ടറിലായിരിക്കും അല്ലേ. അല്ലെങ്കിൽ അത് വേർതിരിക്കാനുള്ള വിവിധ യന്ത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റാമല്ലോ, അരി പൊടിച്ചതും ആക്കിയിട്ട് മാറ്റാം. അങ്ങനെ സെക്കൻഡറി സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു അസംസ്കൃത വസ്തുവായിട്ട് യൂസ് ചെയ്തിട്ട് വേറെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അരി വെച്ചിട്ടുള്ളത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അരി തന്നെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നടക്കുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. ഇനി സെക്കൻഡറി സെക്ടറിൽ അങ്ങനെ ഫൈനൽ ഗുഡാക്കി മാറ്റിയാലും പിന്നെ അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തണ്ടേ. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത് ഏതിലൂടെയാണ്, ടെർഷ്യറി സെക്ടറിൻ്റെ ഹെൽപ്പും കൂടെ അവിടെ വേണം. കാരണം ട്രാൻസ്പോർട്ടേഷൻ ടെർഷ്യറി സെക്ടർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഈ ഒരു ഇതിപ്പം ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നും കണക്റ്റഡ് ആണ്. അതായത് ഒരു സെക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി സെക്ടേഴ്സിനെ കംപ്ലീറ്റ് ആക്കി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഈ ഒരു അരി ഉണ്ടാക്കുന്നത് പ്രൈമറി സെക്ടർ ആണെങ്കിലും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെക്കൻഡറി സെക്ടറിൽ വരുന്നുണ്ട്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വരുന്നുണ്ട്, സർവീസ് സെക്ടറിൽ എത്തുന്നുണ്ട്. അതാണ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, മൂന്നും കണക്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പം സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഈ മൂന്ന് മേഖലകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇവിടെയൊക്കെ നടക്കുന്ന ഉൽപ്പാദനവും വിതരണവും ഉപഭോഗവുമാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം. ഉൽപ്പാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. സിമ്പിളാണ് അല്ലേ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഉൽപ്പാദക ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു ഉണ്ടാക്കിയ ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനം എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ വിതരണം എന്ന് പറയുന്നത് അല്ലേ. ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപ്പാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വിതരണം അഥവാ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. അതായത് ഈ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിതരണം മാത്രമല്ല, അല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഒരാൾക്ക് വരുമാനം കിട്ടുവാണെങ്കിൽ അതിൻ്റെ ആ വരുമാനത്തിൻ്റെ വിതരണം കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. വരുമാനം എന്ത് ചെയ്യാം, വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിലോ വിതരണം ചെയ്യപ്പെടുന്നതിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഒരു
വരുമാനത്തിനൊരു വിഹിതം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതായത് നമുക്കൊക്കെ ഇപ്പോൾ സാലറി കിട്ടി നമ്മൾ എന്ത് ചെയ്യാം, അത് മൊത്തം ചിലവാക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എന്നാലും കൂടുതലും നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യാം, കുറച്ചൊരു ഭാഗമൊക്കെ സേവിങ്സ് ഒക്കെ ആക്കിയിട്ട് മാറ്റി വയ്ക്കാനൊക്കെ പറ്റുമല്ലേ. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം അഥവാ കൺസംഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ ചിലവാക്കിയൊരു സാധനം വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നത്. സാധനമോ സേവനമോ ആവട്ടോ, അതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായി നാം പലപ്പോഴും നമ്മുടെ അതായത് നമ്മുടെ ഇപ്പം കുടുംബ വാർഷിക വരുമാനമൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്നൊക്കെ വെച്ചാൽ എന്താണ്, അതായത് ഒരു വീട്ടിലുള്ള ആൾക്കാരുടെ മൊത്തം എല്ലാവർക്കും കിട്ടുന്ന സാലറിയും പിന്നെ അതല്ലാണ്ട് സാലറി മാത്രമല്ലാണ്ട് വേറെ ഏതെങ്കിലും ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു എമൗണ്ട് ആണല്ലോ നമ്മൾ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിന് കിട്ടുന്ന ഈ ഒരു മോണിറ്ററി വാല്യൂ ഉള്ള കാര്യത്തിനാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെയാണ് ആ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന് ഒരു വർഷത്തിൽ കിട്ടുന്ന, അതായത് മൊത്തം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ ഏതാണ്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്താണ്, ദേശീയ വരുമാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. എന്താണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. അതായത് മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇയർ ഇൻ എ കൺട്രി എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സിൻ്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ എന്ന് പറയും അല്ലേ, പണമൂല്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. അതിൽ ഈ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് അല്ലേ. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങളെന്നും, അതായത് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ഗുഡ്സ് എന്ന് പറയും. അതല്ലാതെ അസംസ്കൃത വസ്തുവായി, അതായത് അസംസ്കൃത വസ്തു എന്ന് വെച്ചാൽ അറിയില്ലേ, മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്നും പറയുന്നത്. ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗുഡ്സ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ അത് ഒരു ഗുഡായിരിക്കും, പക്ഷെ അതെന്താണ്, വേറൊരു ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടയർ എന്താണ്, ടയർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ് അല്ലേ. ടയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ പല പല വാഹനങ്ങൾ, കാറ്, ബസ്, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടയർ നിർമ്മിക്കുന്നതെങ്കിൽ ടയർ എന്താണ്, ഒരു കാറിൻ്റെ അസംസ്കൃത വസ്തുവാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനം അഥവാ ദേശീയ വരുമാനം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന പ്രധാന സൂചകമാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും അല്ലേ. നാഷണൽ ഇൻകത്തിൻ്റെ ബേസിലായിരിക്കും ആ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നുണ്ടായിരിക്കും. അപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിനും അല്ലേ. ഈ ഓരോ സെക്ടേഴ്സിനും, അതായത് പ്രൈമറി സെക്ടർ,
സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ, ഇതിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ വരുമാനമുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കുറവ് വരുമാനമുള്ളത് എന്നൊക്കെ വിലയിരുത്തുന്നതിന് ഈ നാഷണൽ ഇൻകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന് അല്ലേ, ഓരോ മേഖലേൻ്റെയും കോൺട്രിബ്യൂഷനൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, സർക്കാരിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം. രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന് രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിന് അല്ല, ഇതൊക്കെയാണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ അത് കണക്കാക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന്, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന്, രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന്, രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിനും, സാമ്പത്തിക വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഈ പോയിന്റുകൾ. കാരണം നമുക്കിപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ചിലപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുള്ളതാണോ അല്ലേ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ, മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഏതൊക്കെയാണ്? 3 രീതികളാണ് നമുക്ക് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അതിൽ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി എന്താണെന്നുള്ളത് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ്? മൊത്തം ഈ 3 സെക്ടേഴ്സിലെ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും സർവീസ് സെക്ടറിലുമായിട്ട് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് എന്നല്ലേ, അതായത് ഉൽപ്പന്ന മെത്തേഡ്, അതായത് ഈ 3 സെക്ടറിലും കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഉൽപ്പന്നങ്ങളുടെ പണമൂല്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. ദേശീയ വരുമാനം NI = X1 + X2 + X3 അങ്ങനെ, അതായത് ഓരോ പ്രൊഡക്റ്റുകളാണല്ലേ, XN വരെ വരും. രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് അതിൽ മെഷർ ചെയ്യുന്നത് അല്ലേ. പ്രൊഡക്റ്റ് മെത്തേഡിൽ 3 സെക്ടേഴ്സിലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മളതിൽ എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. നേരത്തെ നമ്മൾ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇതിലെന്താണ്, പേര് പോലെ തന്നെ വരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ്. വരുമാനം എന്ന് പറയുന്നതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? ലാൻഡ്, ലാബോ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നൊക്കെ പറയില്ലേ. അതായത് ഭൂമി, തൊഴിൽ അല്ലെങ്കിൽ അധ്വാനം എന്ന് പറയും, മൂലധനം, സംഘാടനം, ഇവയ്ക്കൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടല്ലോ. ഈ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് എന്ത്? പാട്ടം അഥവാ റെൻ്റ് എന്ന് പറയുന്നത്. ഇനി അധ്വാനത്തിനാണെങ്കിൽ വേതനം കിട്ടും, വേജ്. മൂലധനത്തിനാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, പലിശ. ഓർഗനൈസേഷൻ അഥവാ സംഘാടനത്തിന് ലാഭം കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന റിവാർഡുകൾ. പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം ഇതിൻ്റെ മൊത്തം തുക എടുത്തിട്ട് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് വരുമാന രീതി എന്ന് പറയുന്നത്. പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. അതായത് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു R + W + I + P. R എന്ന് വെച്ചാൽ റെൻറ്റ്, W വേജ്, I ഇൻട്രസ്റ്റ്, P പ്രോഫിറ്റ്. രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപ്പാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ രീതി നമ്മെ സഹായിക്കുന്നുണ്ട്.
വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്. അതായത് ഗ്രോസ് നാഷണൽ ഇൻകം, GNI എന്ന് പറയും. അപ്പോൾ ഈ ഇൻകം മെത്തേഡിലൂടെ നമ്മൾ കണക്കാക്കുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതായത് വരുമാനങ്ങളുടെ മൊത്തം ബേസ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ്. അപ്പോൾ ഇത് എക്സ്പെൻസിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആകെ ചിലവായ തുക, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ എക്സ്പെൻഡിച്ചറാണ് അതിലെടുക്കുക? സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചിലവിനൊപ്പം, അതായത് ഇപ്പം നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങിക്കാനുള്ള ചിലവിനെ നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നമ്മളവിടെ ഉപഭോഗമാണല്ലോ ചെയ്യുന്നത് അല്ലേ. സാധനങ്ങളും സേവനങ്ങളും വാങ്ങിച്ച് കൺസ്യൂം ചെയ്യാണ്. ആ എക്സ്പെൻസിനെ നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇനി അതല്ലാണ്ട് നിക്ഷേപവും ഒരു ചിലവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിക്ഷേപത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ കൂട്ടുന്നുണ്ട്. അപ്പം കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും പിന്നെ അറ്റ കയറ്റുമതി മൂല്യം എന്ന് വെച്ചാൽ നെറ്റ് എക്സ്പോർട്ട് വാല്യൂ എന്ന് പറയുമ്പം അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, വിവിധ സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ടാവും, അതേപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മളെടുക്കും. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന മൊത്തം ഐറ്റത്തിൻ്റെ ഒരു വാല്യൂ മൈനസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വാല്യൂ. അങ്ങനെ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് നെറ്റ് എക്സ്പോർട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ നമ്മൾ ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകുന്ന മൊത്തം ചിലവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ ചിലവാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, പിന്നെ എന്താണ് നെറ്റ് എക്സ്പോർട്ട് വാല്യൂ എന്നും പറയുന്നുണ്ട്. നെറ്റ് എക്സ്പോർട്ട് വാല്യൂ എന്ന് വെച്ചാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. ദേശീയ വരുമാനം NI = C+I+G+X - M. X - M എന്ന് വെച്ചാൽ X എക്സ്പോർട്ടും M ഇമ്പോർട്ടും ആണ് കേട്ടോ. C എന്ന് വെച്ചാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, G ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, X - M എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ കയറ്റുമതി, X ആണ്, M എന്ന് പറയുന്നത് ഇറക്കുമതി, അതിൻ്റെ വ്യത്യാസം അഥവാ അറ്റ കയറ്റുമതി, നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ ചെലവാണ്. ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രോസ് നാഷണൽ ഇൻകം ആയിരുന്നു അല്ലേ, ഇതിൽ ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചറാണ് കിട്ടുന്നത്. അതായത് 3 മെത്തേഡുകളാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന, അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പം കിട്ടുന്ന വരുമാനത്തിൽ നിന്നും, അത് വരുമാനം ഏതൊക്കെ രീതിയിലാണ് കിട്ടുന്നത്? റെൻ്റ് ഉണ്ട്, വേജ് ഉണ്ട് അല്ലേ, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, അങ്ങനെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിൻ്റെ മൊത്തം വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകുന്ന മൊത്തം എക്സ്പെൻസിനെ ബേസ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ എക്സ്പെൻസ് എന്ന് പറയുമ്പം ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും പിന്നെ നെറ്റ് എക്സ്പോർട്ട് വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ അല്ലേ 3 മെത്തേഡ്സ്? ഇനി ഈ ഒരു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതൊക്കെ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം. സർക്കാർ ചെലവ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്താണ്? ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അഥവാ പൊതു ചെലവെന്ന് പറയുന്നത് അല്ലേ. സർക്കാർ ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ ചെലവഴിക്കുക, അതായത് പല പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടാവും. ആ പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിക്കുന്ന തുകയാണ് ഈ ഒരു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. സർക്കാർ ചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കാനും പറ്റും.
ഇനി കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ ഉപഭോഗ ചെലവെന്ന് വെച്ചാൽ ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്ന ആ ഒരു ചെലവ് എക്സ്പെൻഡിച്ചറാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നിക്ഷേപ ചെലവ് അല്ലേ. മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപം ചെലവ്. ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയവയൊക്കെ നിക്ഷേപ ചെലവിന് ചില ഉദാഹരണങ്ങളാണ് അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പിന്നെ അറ്റ കയറ്റുമതികൾ എന്ന് വെച്ചാൽ നെറ്റ് എക്സ്പോർട്സ്. രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ നമ്മളിപ്പം പറഞ്ഞു അല്ലേ. ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും, വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനം അല്ലേ ഗ്രോസ് നാഷണൽ ഇൻകവും, ചെലവ് രീതി പ്രകാരം മൊത്ത ദേശീയ ചെലവും ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചറും ലഭിക്കുന്നു. ഈ 3 രീതികളിലൂടെയും ദേശീയ വരുമാനം കണക്കാക്കിയാൽ ഒരേ ഫലമാണ് ലഭ്യമാവുക അല്ലേ. ഏത് രീതി എടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് പറയുന്നത്. അതായത് ദേശീയ വരുമാനം മൊത്ത ഉൽപ്പന്നത്തിൻ്റെയും മൊത്ത വരുമാനത്തിൻ്റെയും മൊത്ത ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഫലം ഒന്ന് തന്നെയായിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് GDPയും GNPയും. GDP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ്. GNP ആണെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇതും PSCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണ്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് GDP എന്താണെന്നുള്ളതാണ് കേട്ടോ. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP എന്ന് പറയുന്നത്. അതായത് GDP എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തി, അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കേട്ടോ. ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ള ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ മൊത്തം പണമൂല്യത്തിനാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. GDPയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ ഒരു ഡൊമസ്റ്റിക് ഏരിയയ്ക്കാണ് കേട്ടോ. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആഭ്യന്തര അതിർത്തി എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതായിരിക്കണം. അതേപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവുമുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ ആഭ്യന്തര അതിർത്തി എന്ന് പറയുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP കണക്കാക്കുന്ന സമയത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. GDP നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് ഏരിയയിലുള്ള വരുമാനം മാത്രമാണ് എടുക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഒരാൾ ഇപ്പം വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തൊരു ബിസിനസ്സൊക്കെ നടത്തുകയാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യുന്നില്ല? ഇന്ത്യയുടെ GDPയിൽ നമ്മൾ കൂട്ടുന്നുണ്ടാവില്ല. കാരണം അവർ അബ്രോഡ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു വാല്യൂ നമ്മുടെ GDPയിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. GDPയിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല. ഉദാഹരണത്തിന് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ, അതായത് ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് GDP ആണ് കേട്ടോ, GDPയിൽ ഉൾപ്പെടുന്നില്ല. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമായ ഒന്നാണ്. അപ്പം GDP എന്ന് വെച്ചാൽ ആ ഒരു ഡൊമസ്റ്റിക് ഏരിയക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഒരു ഡൊമസ്റ്റിക് ഏരിയയിൽ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മൊത്തം പണമൂല്യത്തിനാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഇന്ത്യക്കാരിൽ ഒരാൾ വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ വരുമാനം നമ്മുടെ GDPയിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം വിദേശത്ത് നിന്നുള്ള ഒരാൾ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഒരു ബിസിനസ്സൊക്കെ നടത്തുകയെന്ന് വിചാരിക്കുക. അപ്പം അതിൽ നിന്നുള്ള വരുമാനം നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം അപ്പോൾ അവരെവിടെയുള്ളത്? ഇന്ത്യയിലാണല്ലോ ഉള്ളത്. വിദേശത്തുള്ള ആളാണെങ്കിൽ കൂടെ ഫോറിനർ ആണെങ്കിലും അവർ ഇന്ത്യയിൽ വന്ന് ഒരു ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം നമ്മൾ ഇന്ത്യയുടെ GDPയിൽ കൂട്ടുന്നുണ്ട്. ഓക്കെ. ഇത് GNP വെച്ച് കമ്പയർ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പോയിന്റുകൾ ഇങ്ങനെ പറയുന്നത്. ഇനി GNP എന്ന് വെച്ചാൽ എന്താണ്?
ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP കിട്ടുന്നു. അതായത് അത്ര കൺഫ്യൂസിങ് ഒന്നുമല്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ GDP എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഈ ഒരു ഡൊമസ്റ്റിക് ഏരിയയിലുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കാർ തന്നെ വിദേശത്ത് പോയിട്ട് അവിടെ നിന്നുള്ള വരുമാനം നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഈ ഒരു ഡൊമസ്റ്റിക് ഏരിയ ആണ്. പക്ഷേ വിദേശത്തുള്ള ഒരാൾ ഇന്ത്യയിൽ വന്നിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യും നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയിലായതുകൊണ്ട്. ഓക്കെ, ഇനി GNP എന്ന് വെച്ചാൽ അവിടെ ഡൊമസ്റ്റിക് ഏരിയക്കല്ല നാഷണാലിറ്റിക്കാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നല്ല. അപ്പോൾ അവിടെ നാഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ നിന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള കാര്യങ്ങളും ഇന്ത്യയിലുള്ള ആരെങ്കിലും, അതായത് ഇന്ത്യക്കാർ ആരെങ്കിലും വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനം നമ്മൾ കൺസിഡർ ചെയ്യും GNPയിൽ. കാരണം ഇന്ത്യക്കാരാണല്ലോ അവർ പുറത്ത് പോയിട്ടുണ്ടാക്കുന്ന വരുമാനമാണെങ്കിലും അത് ഇന്ത്യേൻ്റെ വരുമാനമാണ് എന്ന രീതിയിലാണ് GNPയിൽ കൺസിഡർ ചെയ്യും. അതേപോലെ ഏതെങ്കിലും ഒരു വിദേശി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം നമ്മൾ കൺസിഡർ ചെയ്യൂല. കാരണം എന്താണ്, അവർ ഫോറിനേഴ്സാണ്, അത് ഇന്ത്യയുടെ വരുമാനം അല്ല എന്നുള്ള രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം GNPയിൽ എന്താണ് നമ്മൾ മൊത്തത്തിലുള്ള അതായത് ആ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉണ്ടാവുന്ന മൊത്തം സാധനങ്ങളുടെയൊക്കെ വാല്യൂ കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യില്ല, ഇപ്പം നമ്മുടെ അബ്രോഡുള്ള ഒരാൾ, ഇന്ത്യക്കാരൻ അബ്രോഡുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, GNPയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതേപോലെ ഒരു ഫോറിനർ ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് നാഷനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. GDPയിലാണെങ്കിൽ നമ്മൾ ആ ഒരു ഡൊമസ്റ്റിക് ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. GNPയിലാവുമ്പം നാഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഈ ഒരു ഡൊമസ്റ്റിക് ഏരിയയിലല്ലെങ്കിൽ കൂടെ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ ഇൻകം കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. GNP എന്ന് വെച്ചാൽ എന്താണ്, സ്വദേശത്തും അതേപോലെ വിദേശത്തുമായിട്ട് ഇന്ത്യക്കാരുണ്ടാക്കുന്ന മൊത്തം വരുമാനം GNPയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ GDPയിലാണെങ്കിൽ ആ ഒരു അതിർത്തിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ, അതായത് നമ്മുടെ രാജ്യാതിർത്തിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തവിടെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി അഥവാ എക്കണോമിക് ടെറിട്ടറി ഓഫ് എ കൺട്രി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ നോക്കി വയ്ക്കണം. കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ ഏതാ അല്ലെങ്കിൽ ഉൾപ്പെടാത്തവ ഏതാ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? വ്യോമ അതിർത്തി, അതേപോലെ ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, ഇവയൊക്കെ എന്താണ് സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ് കേട്ടോ. പിന്നെ രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിനടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. അപ്പം ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും, രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിനടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, പിന്നെ കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇവയൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ എന്തിലാണ് സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികളും ഹൈ കമ്മീഷനുകളും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. അത് അവരുടെ സാമ്പത്തിക അതിർത്തിയിലായിരിക്കും ഉൾപ്പെടുന്നുണ്ടായിരിക്കും കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികളും ഹൈ കമ്മീഷനുകളും നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മൾ GDP എന്താണെന്ന് പറഞ്ഞു, GNP എന്താണെന്നും പറഞ്ഞു അല്ലേ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് NNP ആണ്, അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP. NNP എന്ന് പറയുമ്പം നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ് കേട്ടോ. ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയുന്തോറും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നു. അതായത് ഏതൊരു വസ്തുവിനും ഉപയോഗിക്കും തോറും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു അല്ലേ. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെയാണ് നമ്മൾ തേയ്മാന ചെലവ് അഥവാ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്.
ദേശീയ വരുമാനം കണക്കാക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP. അതായത് NNP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ GNP യിൽ നിന്നും ഡിപ്രീസിയേഷൻ കോസ്റ്റ് കുറയ്ക്കുമ്പം കിട്ടുന്നതാണ് നമുക്ക് NNP. അവിടെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ, കാരണം അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷനാവും. NNP എന്ന് വെച്ചാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, GNP യിൽ നിന്നും ഡിപ്രീസിയേഷൻ. അതായത് അതിലെന്താ ഇപ്പം GNP യും NNP യും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താ, ആകെ G എന്നുള്ളത് മാറി N ആയി അല്ലേ. G റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഗ്രോസ് ആണ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നുള്ളത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയി. അതായത് ഗ്രോസ് എന്നുള്ളത് N ആയി മാറി, നെറ്റായിട്ട് മാറി. ഗ്രോസ് നെറ്റ് ആവാൻ ചെയ്യേണ്ടത് എന്താണ്, ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. അതായത് ഗ്രോസിനെ നെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം GNPനെ നമ്മൾ NNP ആക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇപ്പം NNP തന്നിട്ട് NNPനെ GNP ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, നെറ്റ് എന്നുള്ളത് ഗ്രോസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കൂട്ടണം. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രോസ് എന്ന് പറയുമ്പോൾ അതിൽ ഡിപ്രീസിയേഷനും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഗ്രോസ് ആണ്. പക്ഷേ നെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിപ്രീസിയേഷൻ കുറച്ച് കൊടുക്കുക. ഇനി നെറ്റ് തന്നിട്ട് ഗ്രോസ് ആക്കാനാണെങ്കിൽ ഡിപ്രീസിയേഷൻ കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പം ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസിലാണ് ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, അപ്പം NNP എന്ന് പറയുന്നത് GNP യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം, PCI എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തെ രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അതായത് ദേശീയ വരുമാനം മൊത്തത്തിലുള്ള വരുമാനത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ജനസംഖ്യയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും എത്ര, അതായത് ഇപ്പോൾ മൊത്തം നമുക്കൊരു മൊത്തം നാഷണൽ വരുമാനം ഒരു 100 രൂപയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഓൺലിയാണ്. 100 രൂപയാണെങ്കിൽ 10 ആൾക്കാരാണ് ജനസംഖ്യ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരാൾക്ക് കിട്ടുന്ന 10 എന്നുള്ള വാല്യൂ ആയിരിക്കും പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതായത് മൊത്തം വരുമാനത്തെ എന്ത് ചെയ്യാണ്, ഓരോ പോപ്പുലേഷനിലുള്ള ഓരോ ആൾക്കാർക്കും വീതിച്ച് കൊടുക്കുമ്പം ഒരാൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷനാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ അഥവാ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രധാനമായും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായ പ്രവർത്തനത്തിന് ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങളും പരിമിതികളുമുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പരിമിതികൾ? കൃത്യമായ സ്ഥിതി വിവരക്കണക്കുകളുടെ അഭാവം അല്ലേ. കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കൃത്യമായ സ്ഥിതി വിവരക്കണക്കുകളുടെ അഭാവം അതിനൊരു ലിമിറ്റേഷനാണ്. സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത, ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇപ്പം നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പം കാറിൻ്റെ ഒരു പ്രൊഡക്ഷനാണെന്ന് വിചാരിക്കാം. കാർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ ടയറും എന്താണ്, ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണല്ലോ. അപ്പം ടയറിൻ്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം അതൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡ് ആയതുകൊണ്ട്. ഇൻ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടയർ ഉണ്ടാക്കാനുള്ള അതും നമ്മളൊരു പ്രൊഡക്ഷനായിട്ട് കൺസിഡർ ചെയ്ത് പിന്നെ കാർ ഉണ്ടാക്കുന്നതിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡബിളായിട്ട് വരും. അതായത് ടയറിൻ്റെ കാര്യം നമ്മൾ ആ ഒരു ടയറിൻ്റെ പ്രൊഡക്ഷനിലും കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ കാറിൻ്റെ പ്രൊഡക്ഷനിലും ഈ ഒരു ടയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഡബിൾ കൗണ്ടിങ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ ഗുഡ്സിൻ്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ദേശീയ വരുമാനത്തിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അന്തിമ സാധനങ്ങൾ എന്നല്ലേ ഫൈനൽ ഗുഡ്സ് എന്ന് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനെ നമുക്ക് കൺസിഡർ ചെയ്താൽ ഡബിൾ കൗണ്ടിങ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ഗുഡ്സ് എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത എന്താണ്, ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല അല്ല. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നില്ല, ഈ നാഷണൽ ഇൻകത്തിൽ നമ്മൾ
കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ സെയിൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. അതും ഒരു ലിമിറ്റേഷനാണ്. പിന്നെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. അല്ല, ഗാർഹിക ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരുപാട് പണികൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇപ്പം വീട്ടുജോലികൾ തന്നെ, അത് വീട്ടുജോലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വന്തം വീട്ടിലിപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതോ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ദേശീയ വരുമാനത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് അതൊരു ജോലിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത്. അല്ലാണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് കേട്ടോ. അതായത് ഈ ലിമിറ്റേഷൻസ് പഠിച്ചു വയ്ക്കണം. ഇതും ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ ലിമിറ്റേഷൻസ് ഒന്നുകൂടെ പറയാം. കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം, പിന്നെ സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത അഥവാ ഡബിൾ കൗണ്ടിങ് ഉണ്ട്. പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും ഇതിൽ നിന്നും ഒഴിവായി മാറുന്നുണ്ട്. പിന്നെ ഗാർഹിക ജോലിയും ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. ഇപ്പോൾ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇത്തരം പരിമിതികളുണ്ടെങ്കിലും ഇവ പരമാവധി പരിഹരിച്ചുകൊണ്ട് ദേശീയ വരുമാനം കൃത്യമായി കണക്കാക്കുവാൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ശ്രമിച്ചു വരുന്നു. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ വരുമാനം രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തെ നിർണ്ണയിക്കുന്നതിനാൽ ഓരോ മേഖലകളെയും നാം ശക്തമാക്കേണ്ടതുണ്ട്. ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സംഭാവന നാം മേഖല തിരിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ഓരോ മേഖലയുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന ആ മേഖലയുടെ പ്രവർത്തന നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല മറ്റ് മേഖലകളുമായുള്ള പരസ്പര ആശ്രയത്തെക്കുറിച്ചും സൂചന നൽകുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവനയെ പറ്റിയിട്ടാണ്. സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഓരോ മേഖല, ഈ പ്രൈമറി മേഖല, അതേപോലെ നേരത്തെ പറഞ്ഞ സെക്കൻഡറി, ടെർഷ്യറി, അതിൻ്റെ ഒക്കെ സംഭാവനകളെ പറ്റിയിട്ടും കൂടെ നമുക്ക് നോക്കാനുണ്ട്. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്തവർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം അഥവാ ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ച് തുടങ്ങി. അതിനു മുൻപ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ആയിരുന്നു മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. അപ്പോൾ 2015 മുൻപ് വരെ നമ്മൾ GDP യൂസ് ചെയ്തിട്ടായിരുന്നു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2015 ജനുവരി മുതൽ എന്ത് ചെയ്തു, ഈ NSO ഉപയോഗിക്കുന്നത് എന്താണ്, ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ മൊത്തവർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം എന്ന് പറയുന്നതാണ് 2015 ജനുവരി മുതൽ കേട്ടോ. അതിന് മുൻപ് വരെ GDP ആയിരുന്നു. ഈ GVA എന്താണെന്നുള്ളതിന് നമുക്ക് നോക്കണം. മൊത്തവർദ്ധിത മൂല്യം പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായും കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം GDPനേക്കാളും നമുക്ക് GVA ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മേഖലയുടെയും കോൺട്രിബ്യൂഷൻ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ മൊത്തവർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം അഥവാ ഗ്രോസ് വാല്യൂ ആഡഡ് GVA എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൊത്തവർദ്ധിത മൂല്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. അല്ലേ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂവിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാണ് മൊത്തവർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും ഈ നേരത്തെ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ അതായത് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ഇടനില ഉപഭോഗ മൂല്യം കുറച്ചിട്ടാണ് ഗ്രോസ് വാല്യൂ ആഡഡ് കണക്കാക്കുന്നത്. അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ GVA = ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂ മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കൺസംഷനുള്ള വാല്യൂ കുറച്ചിട്ടാണ് നമ്മൾ മൊത്തവർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ല, നേരത്തെ ഞാൻ ടയറിൻ്റെ കേസ് പറഞ്ഞ പോലെ ഈ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ മൊത്തത്തിലുള്ള വാല്യൂവിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് GVA കണക്കാക്കുന്നത്. GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിനു മേലുള്ള നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല.
അതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. GVL എന്താണ് നമ്മൾ എടുക്കുന്നത്? ഉൽപ്പന്നത്തിൻ്റെ മൂല്യം മാത്രമാണ് എടുക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഓരോ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ നമ്മൾ നികുതി ഉണ്ടായിരിക്കും അല്ലേ, നികുതി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിരിക്കും അല്ലേ. ചിലതിന് നമ്മൾ നികുതി കൊടുക്കേണ്ടി വരും, ചിലതിന് സബ്സിഡി ഉണ്ടായിരിക്കും. അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല GVL. ഗ്രോസ് വാല്യൂ ആഡഡിൽ ടാക്സോ അല്ലെങ്കിൽ സബ്സിഡിയോ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ടാക്സ് അല്ലെങ്കിൽ സബ്സിഡി എന്താണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിനു വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി അല്ലേ. ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സർക്കാരിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പണമാണ്. ഇനി സബ്സിഡി എന്താണ്? സാമൂഹിക സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ഒക്കെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി ആയിട്ട് നമുക്ക് വില കുറച്ച് കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ, ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സും കൂടെ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. സബ്സിഡി ആകുമ്പോൾ എന്താണ്? അത് പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടും. എന്നാൽ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്തവർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. എന്നിട്ട് ഓക്കെ, അപ്പം GDP കണക്കാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഒരു ഡിഫറൻസ്, അതായത് ടാക്സ് മൈനസ് സബ്സിഡി എന്ത് ചെയ്യുന്നുണ്ട്? GVAൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP എന്ന് വെച്ചാൽ GVA പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. മൊത്തവർദ്ധിത മൂല്യം പ്ലസ് ഉൽപ്പന്ന നികുതി മൈനസ് ഉൽപ്പന്ന സബ്സിഡി. അതായത് GVA നമ്മൾ നോർമലി ഈ സെക്ടോറിയൽ കോൺട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ GVAയിൽ കൺസിഡർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു, ടാക്സും സബ്സിഡിയും. പക്ഷേ GDPയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ GVAൻ്റെ കൂടെ ടാക്സ് മൈനസ് സബ്സിഡിയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള GVA ചുവടെ കൊടുത്തിട്ടുണ്ട്. അന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ സെക്ടറിൻ്റെയും കോൺട്രിബ്യൂഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യയുടേതാണ് കേട്ടോ. 1982-83 മുതൽ 2002-2003 വരെയുള്ള കണക്കുകളുണ്ട്. അത് നോക്കി നോക്കൂ. ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് പ്രൈമറി സെക്ടറാണ്, റെഡ് കളറിൽ കൊടുത്തത് സെക്കൻഡറി ആണ്, ഗ്രീൻ ആണ് സർവീസ് സെക്ടർ. അപ്പം ഓരോ വർഷവും അതിൻ്റെ കോൺട്രിബ്യൂഷൻ 1982-83 എന്തായിരുന്നു? കൂടുതൽ കോൺട്രിബ്യൂഷനും ഏത് സെക്ടറിൽ നിന്നായിരുന്നു? കാർഷിക മേഖലയായിരുന്നു അല്ലേ, പ്രൈമറി സെക്ടറിൽ നിന്നായിരുന്നു. പിന്നെ 92-93 ഉണ്ട്. 2002-2003 ആയപ്പോൾ എന്ത് ചെയ്തു? സർവീസ് സെക്ടറിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2022-23 നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറഞ്ഞു അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന 44 നിന്നും എന്തായി? 17% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി സെക്ടർ 28%, 55% നമുക്ക് ഇൻകം കിട്ടുന്നത് എവിടെ നിന്നാണ്? സർവീസ് സെക്ടറിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. അതിലെങ്ങനെയാണ് 55% ഓഫ് നാഷണൽ ഇൻകത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വരുന്നത് സർവീസ് സെക്ടറിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 55% കോൺട്രിബ്യൂഷൻ സർവീസ് സെക്ടറിൽ നിന്നാണ്. 28% സെക്കൻഡറി സെക്ടറിൽ നിന്നുള്ളത്, 17% പ്രൈമറി സെക്ടറിൽ നിന്നുള്ളത്. ആ ഒരു വാല്യൂ പഠിച്ചു വെക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് 22-23 പഠിച്ചു വെക്കുക കേട്ടോ. അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സർവീസ് സെക്ടറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ GDPയിലേക്ക് വരുന്നത്. ഓക്കെ, സംസ്ഥാനത്തിൻ്റെ മൊത്തവർദ്ധിത മൂല്യം അഥവാ ഇനി നമ്മൾ നോക്കുന്നത് ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ആണ്. നേരത്തെ നമ്മൾ എന്താ നോക്കിയത്? രാജ്യത്തിൻ്റെ ആയിരുന്നു. ഇനി സംസ്ഥാനത്തിൻ്റെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തവർദ്ധിത മൂല്യത്തിലും അതിൻ്റെ വിവിധ മേഖലകളിലുള്ള സംഭാവനയിലും കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രകടമാകുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിലും സെയിം ഇമ്പാക്റ്റ് ആണല്ലേ. അത് പിന്നെ ആദ്യം 2019 മുതൽ 22-23 വരെയുള്ള കണക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിലും എന്താണ്? ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ സർവീസ് സെക്ടർ തന്നെയാണല്ലേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ GDPൻ്റെ 62.62% എന്താണ്? സർവീസ് സെക്ടറിൽ നിന്നാണ്. 28.4% സെക്കൻഡറി സെക്ടർ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ളത്. പിന്നെ പ്രൈമറി സെക്ടറിൽ നിന്നും 8.98% മാത്രമാണ് വരുന്നത്. ഏറ്റവും കുറവ് ഇവിടെ നിന്നാണ്? കാർഷിക മേഖലയിൽ നിന്നാണ് GDPയിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത്. GSBയിലേക്ക് കേട്ടോ, GDP അല്ല GSBയിലേക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് സർവീസ് സെക്ടറാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ,
ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊത്തവർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് മനസ്സിലായല്ലോ. അതിനുള്ള കാരണങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച, ഇവയൊക്കെ എന്താണ് ഈ ഒരു GVAയിലേക്കുള്ള വിഹിതം, അതായത് സർവീസ് സെക്ടറിൻ്റെ വിഹിതം കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. കൂടുതലും എന്താണ് ഇപ്പം സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. അവിടെ കൊടുത്ത് അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച അഥവാ ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ, ഇതൊന്ന് നമുക്ക് നോക്കണം. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവയിൽ മനുഷ്യവിഭവത്തിൻ്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിവും സാങ്കേതിക വിദ്യയും എന്തെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്, നോളജ് സെക്ടർ. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്നു വികസിച്ചിട്ടുണ്ട്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65% 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിൻ്റെ മുന്നിൽ ഇതൊരു വലിയ അവസരവും സാധ്യതയുമാണ്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനായി അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവയൊക്കെ എന്താണ് അതിന് ഉദാഹരണമാണ്. ഗവൺമെൻറ് അതിന് കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ ഉദാഹരണമാണ് ഈ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ. അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ, സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം തന്നെ അറിവധിഷ്ഠിത മേഖലയെ വികസിപ്പിക്കുന്നതിനും അതുവഴി ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന പരിപോഷിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട് അല്ലേ. ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. ഇന്നത്തെ കാലത്ത് നമുക്ക് നോളജൊക്കെ എന്താണ് ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. ആ ഒരു മേഖലയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വിവിധ മേഖലകളിലെ തൊഴിൽ ഘടനയെ പറ്റിയിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് വരുമാനത്തിന് ബേസ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഇനി നമുക്ക് തൊഴിലിനെ പറ്റിയിട്ട് നോക്കാം. 2022-23 കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് ഏതായിരുന്നു? സേവന മേഖലയാണ് അല്ലേ, സർവീസ് സെക്ടർ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? തൊഴിൽ ഘടനയെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ തൊഴിൽ ഘടന 1991 മുതൽ 2019-20 വരെ. ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിലേറ്റവും കൂടുതൽ, അതായത് 1991 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻക്ലൂഡഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഏത് സെക്ടറിലാണ്? പ്രാഥമിക മേഖലയിലാണല്ലേ. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ 2019-20 നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യയുടെ 43.5% ആൾക്കാരും എവിടെയാണ്, ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കാർഷിക മേഖലയിലാണ്. ഓക്കെ, അതായത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? പ്രൈമറി സെക്ടറിലാണ്. പക്ഷേ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത് ഏതിൽ നിന്നാണ്? സർവീസ് സെക്ടറിൽ നിന്നാണ്. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വൈരുദ്ധ്യം അവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് കൂടുതൽ ആൾക്കാരും ജോലിയിൽ ഏർപ്പെടുന്നത് പ്രൈമറി സെക്ടറിലാണ്. പക്ഷേ കൂടുതൽ നമുക്ക് വരുമാനം തരുന്നത് ഏതാണ്? നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത് സർവീസ് സെക്ടറിൽ നിന്നുമാണ്. ഓക്കെ, 43.5% എവിടെയാണ്? പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. 24.19 സെക്കൻഡറി സെക്ടറിലും 32.36 ആണ് സർവീസ് സെക്ടറിലും വരുന്നത്. ഓക്കെ, ഇത് ഇന്ത്യയുടെ കേസാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യത്തിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഘടനാപരമായ പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാക്കുന്ന തൊഴിൽ അവസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളൊരു ഏരിയ ആണ് സംഘടിത അസംഘടിത മേഖല എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും. തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് സംഘടിത മേഖല, അല്ലേ? ഓർഗനൈസ് സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും, അല്ലേ? തൊഴിലാളികൾക്ക് എന്തായിരിക്കും ആവശ്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങളൊക്കെ ഉറപ്പ് നൽകുന്നതും അതേപോലെ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളൊക്കെ നൽകുന്ന മേഖലയെയാണ് നമ്മൾ സംഘടിത മേഖല എന്ന് പറയുന്നത്. കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് തുടങ്ങി ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് അവയുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണിത്, അല്ലേ? ഈ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആയിരിക്കും, അല്ലേ? ഏതെങ്കിലും ഒരു അതായത് കമ്പനി നിയമത്തിലോ ഫാക്ടറി നിയമത്തിലോ സൊസൈറ്റീസ് ആക്ടിലോ കോപ്പറേറ്റീവ് ആക്ടിലോ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കും ഇതിൽ വരുന്നുണ്ടായിരിക്കാം. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾ ബാധ്യസ്ഥരാണ്. അപ്പം ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളും അതേപോലെ അവരുടെ അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്ന മേഖല. ഇനി അസംഘടിത മേഖല നോക്കുകയാണെങ്കിൽ അഥവാ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നത് ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് കീഴിലല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് അസംഘടിത മേഖല, അല്ലേ? അങ്ങനെ ഒരു രജിസ്റ്റേർഡ് അല്ലാത്തൊരു രീതിയിലുള്ളത്, അതായത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതല്ലാത്ത ഈ കണക്കുകളൊന്നും സൂക്ഷിക്കാത്ത സംരംഭങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസംഘടിത മേഖല എന്ന് പറയുന്നത്. പ്രത്യേക രജിസ്ട്രേഷനോ നിയമാവലിക്കോ വിധേയമാകാതെ അനൗപചാരികമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന തൊഴിൽ മേഖലയാണത്, അല്ലേ? അസംഘടിത മേഖല എന്ന് വെച്ചാൽ നമുക്കിപ്പം എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറയാം? ഇപ്പം ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടായിരിക്കില്ലേ, അവരൊക്കെ എന്താണ് ഈ അസംഘടിത മേഖലയിൽ വരുന്നതാണ്. അവർക്കൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ മറ്റേ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും, ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും, അതേപോലെ പെൻഷൻ, ലീവ്, അതേപോലെ പെയ്ഡ് ലീവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഈ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ കിട്ടുന്നുണ്ടായിരിക്കും. അസംഘടിത മേഖല അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിയമത്തിന് കീഴിലല്ലാത്തത് കൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ഓവർ ടൈം ചിലപ്പം വർക്കിംഗ് ഹവേഴ്സ് കൂടുതലായിരിക്കാം. അങ്ങനെ സ്ട്രീറ്റ് വെൻഡേഴ്സും പിന്നെ അല്ലാതെ തൊഴിലെടുക്കുന്ന ഈ വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ എന്തിലാണ് വരിക? ഈ അസംഘടിത മേഖലയിലായിരിക്കും വരും. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സംഘടിത മേഖലയിൽ എന്തായിരിക്കും? രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയായിരിക്കും. അസംഘടിത മേഖല രജിസ്റ്റർ ചെയ്യാത്തതാണ്. സംഘടിത മേഖലയിൽ സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നു, അസംഘടിത മേഖലയിൽ സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല. താരതമ്യേന കൂടിയ ശമ്പളവും തൊഴിൽ സുരക്ഷിതത്വവും സംഘടിത മേഖലയിലായിരിക്കും. കുറഞ്ഞ ശമ്പളവും തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായ്മയും അസംഘടിത മേഖലയിലായിരിക്കും. ഓക്കെ, അപ്പം അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും കൂടെ നമുക്കിനൊന്ന് നോക്കാം. സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നു. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന എന്തെയും താരതമ്യേന കുറയുന്നതിനും സാമൂഹിക സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്. അതായത് മറ്റു ഓർഗനൈസ്ഡ് സെക്ടറിൽ കിട്ടുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയുക, അവരുടെ വർക്കും അത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധതരം പിന്നോക്കാവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതരം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നു. ഇവ ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി നിയമങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട്. അവയിൽ ഒരു 1-2 നിയമങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. അതായത് ഈ അസംഘടിത മേഖലയിലുള്ള ആൾക്കാരുടെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ, അവകാശങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ. ഫസ്റ്റത്തേത് ഏതാണ്? അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം 2008.
ദി അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008 കേട്ടോ. നോക്കി വെക്കണം, എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതിലെന്താണ്? അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമം അധികാരം നൽകുന്നുണ്ട്. അപ്പം ഫസ്റ്റ് പഠിക്കുന്ന നിയമം ഏതാണ്? അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008 കേട്ടോ. ഇയർ ഓർത്ത് വയ്ക്കുക. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008 ഇതിലെന്താ, ഏത് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ ഏത് സെക്ടറിലുള്ളതാണ്? അൺഓർഗനൈസ്ഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അവർ ഉറപ്പുവരുത്തുന്നത്? ആരോഗ്യ സംരക്ഷണമുണ്ട്, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആർക്കാണ് അധികാരമുള്ളത്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം നൽകുന്ന നിയമമാണത്. ഓക്കെ. അടുത്ത നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020, ദി കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. ഓക്കെ. അതെന്താണ്? രണ്ടുപേരെയും കൺസിഡർ ചെയ്യുന്നുണ്ടല്ലേ. സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. ഓക്കെ. ഇയറും കൂടെ പഠിച്ചു വയ്ക്കണം കേട്ടോ. സാമൂഹിക സുരക്ഷാ കോഡ് 2020. ഇത് രണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും സാമൂഹിക സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ നിയമത്തിൻ്റെ ആനുകൂല്യത്തിന് അർഹരാണ്. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ആ ഒരു നിയമത്തിന് അർഹരായത് ആരൊക്കെയാണെന്ന് വെച്ചാൽ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, പിന്നെ വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളൊക്കെ ഇതിന് അർഹരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിയമത്തിൻ്റെ കീഴിൽ വരുന്നത് വെച്ചാൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, പിന്നെ അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യം, സൗജന്യ ചികിത്സാ ആനുകൂല്യം, വാർദ്ധക്യകാല സംരക്ഷണം, ഇവയൊക്കെയാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ഇത്തരം നിയമങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളതാക്കുക തുടങ്ങി മറ്റു നടപടിക്രമങ്ങളും അസംഘടിത മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സർക്കാർ നടത്തി വരുന്നുണ്ട്. ഓക്കെ. ഇനി കൊടുത്തത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. ഈ ഒരു ഏരിയ ഒന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ, അതായത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നുള്ളത്? സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്: പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് ഗിഗ് തൊഴിലാളി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നേരത്തെ നമ്മൾ സാമൂഹിക സുരക്ഷാ കോഡ് 2020 പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളും എന്താണ് അതിന് അർഹരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് വെച്ചാൽ ആരാണ്? അതായത് നോർമലി ഉള്ള ഈ മുതലാളി തൊഴിലാളി ആ ഒരു ബന്ധം ഉണ്ടാവില്ലേ, തൊഴിലുടമ തൊഴിലാളി ആ ഒരു ബന്ധത്തിൽ ഉള്ളതല്ലാതെ അതിന് പുറത്തുള്ളൊരു ക്രമീകരണത്തിലുള്ള തൊഴിലിൽ ഏർപ്പെടുകയും അത്തരം പ്രവൃത്തിയിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗിഗ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന പോയിന്റുകളാണ്. ഓപ്ഷനല്ല, താഴെ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ, അതിലുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു ശരിയായത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് എന്ത് പറ്റും? ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. പിന്നെ താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളായിരിക്കും അല്ലേ. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളായിരിക്കും. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നു.
താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിയിരിക്കുന്നു. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിച്ചാൽ മതി. ആരൊക്കെയാണ് ഈ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറഞ്ഞത് വരുന്നത്? അതായത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അതായത് അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കാം. പിന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ഇത്. അതായത് നോർമൽ നമ്മുടെ ഒരു ഇത് ജോലീൻ്റെ ഇതിലുള്ളതുപോലെ നമ്മളൊരു ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇത്ര സമയത്തിനുള്ളിൽ അത് തീർത്തു കൊടുക്കുക, അത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഫ്രീലാൻസേഴ്സ്, പിന്നെ സ്വതന്ത്ര കോൺട്രാക്ടർമാർ, പിന്നെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ഏജൻറ്റുമാരുണ്ടാവും, ഫുഡ് ഡെലിവറി ചെയ്യുന്ന പാർട്ട്നേഴ്സ്, പിന്നെ ഡ്രൈവർമാർ, ഇവരൊക്കെ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആ സവിശേഷതകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ വളർച്ച ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക പുരോഗതിയെ നിർണ്ണയിക്കുന്ന ദേശീയ വരുമാനത്തിൻ്റെ വളർച്ച പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ആശ്രയത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൈമറി സെക്ടറിനെ പറ്റി പറഞ്ഞു, സെക്കൻഡറി, സർവീസ് സെക്ടർ, 3 സെക്ടറിനെ പറ്റിയിട്ടും പറഞ്ഞു. അതിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കി. പിന്നെ അതിൻ്റെ ഒരു റിലേഷൻ ബിറ്റ്വീൻ 3 സെക്ടേഴ്സും പറഞ്ഞു. പിന്നെ GDP എന്താ പറഞ്ഞു, GNP എന്താ പറഞ്ഞു, GVA എന്താ പറഞ്ഞു, അതൊക്കെ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള 2 നിയമങ്ങളെ പറ്റിയിട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക കേട്ടോ, കാരണം എന്നാലും എനിക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.